നോമ്പുകാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പോളകൾ. അപ്പോൾ നമ്മളിന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയ ഒരു പോളയുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഷവർമ പോള. അപ്പോൾ ഒട്ടും വേഗം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മൾ ബീഫ് ഷവർമ പോളയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ഇട്ട് വേവിച്ച ബീഫാണ് കേട്ടോ അത്. അതിന് കൈകൊണ്ടൊന്ന് പിച്ചിയെടുത്തതാണ്. അതിന് നമുക്ക് ആദ്യം ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റും, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിനൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി മയണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മയണൈസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർക്കും, അങ്ങനെയായിട്ടോ ചേർക്കൽ. അപ്പോൾ നമ്മുടെ പോളയിലേക്കുള്ള ഷവർമ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇനി നമുക്കിതിൻ്റെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് എന്തായാലും ഇത് അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും 5 മിനിറ്റ് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ അത്രയും സമയം അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മൈദപ്പൊടി ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചിട്ടാട്ടോ ചേർക്കുന്നത്. ഈ മൈദപ്പൊടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ, ഒരു 1/4 കപ്പ് പ്ലസ് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അത്രയും ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഹാൻഡ് വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കട്ടയില്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററും ഇവിടെ റെഡിയായി. ഇനി ഞാനിപ്പോൾ ഒരു പഴയ ഫ്രൈ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഏതിലാണോ പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ താഴെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോള ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ബാറ്ററിന്ന് പകുതിയോളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചാൽ മതി കേട്ടോ, ബാക്കി പകുതി നമുക്ക് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പകുതി ഒഴിച്ച ശേഷം നമുക്ക് ഇനി ഇതിനൊരു 3 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അത് ചെറുതായിട്ടൊന്ന് സെറ്റാവും, ഒരുപാടൊന്നും ആവില്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു ഒന്നൊന്ന് കട്ടിയായി വരും. അങ്ങനെ ആയ ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഷവർമ കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റൊക്കെ മതി കേട്ടോ, അതിൽ കൂടുതൽ വെക്കണ്ട, അത്രയും മതി. എന്നിട്ട് നമ്മൾ ഈ ഷവർമ കൂട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം സൈഡിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ, സൈഡിലൂടെ ചുറ്റിച്ചിട്ട് സെൻറ്ററിലേക്ക് വരിക. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ എനിക്ക് വേണ്ടി വന്നത് ഒരു 18 മിനിറ്റോളാണ്, അത്രയും സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 18 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്താണ്. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലിട്ടിരുന്നു. ഇനി നമുക്കിതിനെ വേറൊരു ഫ്രൈ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, ആ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴെ ഭാഗത്താട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഷവർമ പോളം. എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം.